പ്രതീക്ഷകളുടെ കൊട്ടാരം തകർന്നാൽ മനോബലം കൊണ്ടൊരു തിലക കോട്ട കെട്ടും ഞങ്ങൾ. വീണിടത്തൊരു തിരിച്ചുവരവിന് കാലവും മനുഷ്യരും അറബുമണ്ണും ചരിത്ര നിമിഷത്തെ ഹൃദയത്തോട് ചേർത്തു. ഫിനിക്സിന്റെ ചിറകടി കേട്ടൊരു ദുബായ് മൈതാനത്ത് ചങ്കുറപ്പ് കൊണ്ടൊരു മനുഷ്യന്റെ സ്നേഹതീരമാണിത്. കാലിടർന്നൊരു കനിവറ്റ കാഴ്ചയിൽ നിരാശയിൽ അസ്തമിച്ചവരോടാണ്. തല താഴ്ത്തുന്നൊരു കെട്ടകാലത്തെ തിലകത്തിളക്കത്തിലൊരു കവചം തീർത്ത് ഇന്ത്യക്കവൻ രക്ഷക വേഷമണിഞ്ഞു. കലാശക്കളി പാകിസ്ഥാനോടെങ്കിൽ മനസ്സിലൊരു കോണിൽ വീഴാൻ മനസ്സില്ലെന്നുറപ്പിച്ചാണ് ഇറങ്ങിയത്. ക്രീസിലേക്ക് ആഴ്ന്നിറങ്ങി പാക് കൊടുങ്കാറ്റിൽ ഇന്ത്യയെ കാത്തവന്റെ അനശ്വരകാലത്തിന്റെ ബാക്കി പത്രമാണിത്. ഭൂതകാലത്തിന്റെ കണക്ക് പുസ്തകത്തിന്റെ ഏടുകളിൽ ഒരടിവരയുടെ കാത്തിരിപ്പായിരുന്നു. പാകിസ്ഥാന്റെ ഹാട്രിക് വീഴ്ചയത് ഇന്ത്യക്ക് മുന്നിൽ ഒടുവിലെ അധ്യായത്തിന് വരും നാളിൽ ഒരു സുവർണകാലത്തെ ഓർത്തെടുക്കാം. ഹൃദയമിടിച്ചൊരു വേഗതയിൽ പ്രാർത്ഥനകളിൽ മുഴുകിയൊരു ഗ്യാലറിക്ക് ഇതിലും വലിയൊരു സ്നേഹസമ്മാനം എങ്ങനെ നൽകാനാണ്? ആവേശത്തിന് അതിർവരമ്പുകളില്ലാത്ത ക്രിക്കറ്റ് വിരുന്നിന് വശ്യതയത്രയും ഇന്ത്യ തീർത്ത വിജയപേരിക്കുണ്ട്. സ്ക്രീനുകൾക്ക് മുന്നിൽ പ്രതീക്ഷയും നിരാശയും മാറിമറിഞ്ഞ് ഒടുവിൽ പാകിസ്ഥാനുമേൽ സർവസംഹാരത്തിന്റെ നീലനിലാവിൽ ഇന്ത്യയുടെ വിജയകാഹളം മുഴങ്ങി. പാക് തുടക്കത്തിൽ സംശയത്തിന്റെ നേർരേഖയൊന്ന് കണ്ടതാണ്. പക്ഷേ കുൽദീപ്, വരുൺ, അക്സർ ത്രയങ്ങളിലേറി പാകിസ്ഥാനെ ഇന്ത്യ എറിഞ്ഞിട്ടു. അവസാന 7 ഓവറുകളിൽ ഇന്ത്യ വീഴ്ത്തിയ 9 വിക്കറ്റുകൾ അത് ചരിത്രത്തിൽ അങ്ങനെ മായാതെ നിൽക്കും. കുൽദീപിന്റെ 4 വിക്കറ്റുകൾ ഏതളവുകോലിന്റെ കണക്കുകൂട്ടലും തെറ്റിച്ച് പാകിസ്ഥാനുമേൽ നിറഞ്ഞാടി. അക്സറും വരുണും ബുംറയും നേടിയ വിക്കറ്റ് രണ്ടുകൾക്ക് കോടിക്കണക്കിന് മനുഷ്യരുടെ സ്നേഹവായ്പകളാണ്. 147 എറിഞ്ഞിട്ടതും പക്ഷേ പിന്നെ നടന്നത് നെഞ്ചിടിപ്പിന്റെ ഓർമ്മകളിൽ നമുക്ക് ചേർത്തുവെക്കാം. അനായാസമെന്ന് മനസ്സുകൾ അറിയാതെ ചിന്തകൾ പടർന്നതാണ്. പക്ഷേ അഭിഷേക് ഗിൽ സൂര്യൻ അങ്ങനെ പാകിസ്ഥാന്റെ മുന്നിൽ വീണു. അപകടം പതിയിരിക്കുന്ന ഒരു മൈതാനത്ത് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ വീഴുമെന്ന് കരുതിയ ആരാധകർ നിശബ്ദമായി. 23-3 നിന്ന് ഇന്ത്യൻ വജ്രായുധങ്ങളെല്ലാം നിലം പരിശാക്കി പാകിസ്ഥാന്റെ തേരോട്ടം. പിന്നെയാണ് സഞ്ജുവും തിലകും ചേർന്നൊരു ചെറുത്തുനിൽപ്പിന്റെ നിമിഷങ്ങളെ കണ്ടത്. ഇവിടെയൊന്ന് വീണാൽ എല്ലാം തീരുമെന്നുറപ്പെങ്കിൽ ക്രീസിൽ പടർന്നൊരു പോരാട്ടമാണ്. 57 റൺസിന്റെ കൂട്ടുകെട്ടിൽ പ്രതീക്ഷയുടെ നേർത്തൊരംശം ദൃശ്യമായി. 24-മായി സഞ്ജു മടങ്ങിയെങ്കിലും ദുബൈയും തിലകും ചേർന്നൊരു സമാനതകളില്ലാത്ത വീരം, വിജയം, വീരോചിതം. സമ്മർദ്ദത്തിന്റെ നിമിഷങ്ങളെ കടന്ന് സൂക്ഷ്മതയോടെ മുന്നോട്ട്, കൃത്യമായ ഇടവേളകളിൽ അതിർത്തി കടത്തി ലക്ഷ്യത്തിലേക്ക് ഇതിലും വലുതൊന്നും കണ്ടതേയില്ല. 33-മായി ദുബൈയുടെ ആ പോരാട്ടത്തിന് കടപ്പാടിന്റെ സ്നേഹാശ്ലേഷണം. ഒടുവിൽ വിക്കറ്റ് 5 ബാക്കി നിൽക്കെ വിധിയെ മാറ്റിമറിച്ച് എന്തൊരു വിജയമാണിത്! കോടിക്കണക്കിന് മനസ്സുകളെ വിജയനിലാവിൽ ആറാടിച്ച് തിലകിന്റെ ഒരു സ്നേഹചുംബനം. 69-മായി നിങ്ങൾക്ക് മുന്നിൽ വീഴാൻ മനസ്സില്ലെന്നൊരു മറുപടിയുണ്ട് ആ കാഴ്ചകളിൽ. പാകിസ്ഥാൻ, ഇടയ്ക്കൊന്ന് മോഹത്തിന്റെ ഒരു അംശം നിങ്ങളിൽ ചേർന്നിരിക്കണം. വീഴ്ത്തുമെന്നൊരു വെല്ലുവിളികൾക്കതൊരു ഊർജവുമായിരിക്കണം. പക്ഷേ ബാക്കിയായൊരു കണികയിൽ വിജയത്തിന്റെ വിപ്ലവം പിറക്കുന്നത് കണ്ടുമടങ്ങാം. അങ്ങ് ദൂരെ ഒരു അറബ് നാട്ടിൽ ഇന്ത്യ എഴുതിയ ചരിത്രത്തെ ഇരുണ്ടൊരു ഭൂതകാലമായി നിങ്ങൾക്ക് മുന്നിൽ അത് നിറഞ്ഞു നിൽക്കും. അവിടെ ഒരു മായാത്ത തങ്കലിപികളിൽ ഏഷ്യൻ സിംഹാസനത്തിൽ അവരോധിക്കപ്പെട്ട നിമിഷത്തെ രേഖപ്പെടുത്താം.